ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസ്സസ് ഫോർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ദ ഡിഫറൻസ് ഓഫ് വയലിനിസ്റ്റ് ആൻഡ് വയലിൻ പ്ലെയർ. അതിനു മുന്നേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കൺസേർട്ടുമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഞാൻ കുവൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. കുവൈറ്റിലെ അഹമ്മദി മ്യൂസിക് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിൽ ഒരു വലിയൊരു കൺസേർട്ടിൽ എനിക്ക് വായിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ അവിടെ മുന്നേ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു കൺസേർട്ടിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറേ യൂറോപ്യൻസ് ഗസ്റ്റുകളായിട്ട് വന്നിരുന്നു. അവരുടെ ലെജൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സിനോട് വായിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അതിനും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിലൂടെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മൾ യൂറോപ്യൻസിനോട് വായിക്കുമ്പം കുറേ നമ്മുടെ പ്ലേയിങ് സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവരുടെ പ്ലേയിങ്ങിൽ നിന്നും നമ്മുടെ പ്ലേയിങ്ങിനുള്ള ഡിഫറൻസ്. അപ്പം അതും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും നമ്മുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൺസേർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കൺസേർട്ടിന് നമുക്ക് യൂറോപ്പിയൻ കുറേ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കുവൈറ്റിലേക്ക് എത്തിയിരുന്നു. ഞാൻ വായിക്കുന്നത് അഹമ്മദി മ്യൂസിക് ഗ്രൂപ്പിൻ്റെ കുവൈറ്റിലെ ഒരു പ്രശസ്തമായ ഒരു സിംഫണി ഓർക്കസ്ട്ര ഗ്രൂപ്പിലാണ്. റിച്ചാർഡ് ബുഷ്മാൻ എന്ന് പറഞ്ഞ ഒരു US-കാരനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഓർക്കസ്ട്രയാണ്. അപ്പം നമുക്ക് വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാറുണ്ട്. ബോയിങ് ഉണ്ടോ, നമ്മുടെ നോട്ട്സുകൾ, നമ്മുടെ പെർഫെക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്തവണ കൺസേർട്ടിന് യൂറോപ്പിന് കുറേ ആർട്ടിസ്റ്റുകൾ ഗസ്റ്റായിട്ട് വന്നിരുന്നു. അതിൻ്റെ അത് കുറേ ആർട്ടിസ്റ്റുകളുടെ നമുക്ക് ഒരുമിച്ച് വായിക്കാൻ പറ്റി. ഞാൻ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം അവരോടത്തിലേക്ക് വായിക്കാൻ പറ്റിയത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരോട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വായനയ്ക്ക് നമ്മുടെ പ്ലേയിങ് സ്റ്റൈലുമായിട്ട് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഈവൻ പിസിക്കാറ്റയ്ക്ക് വരെ ഡിഫറൻസ് ഉണ്ട്. സോ അത് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. ഇപ്പം നമ്മൾ പിസിക്കാറ്റസ് ഒക്കെ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ ഒരു ഇന്ത്യൻ പ്ലെയർ ചെയ്യുന്നത്. വെസ്റ്റേൺ പ്ലേയേഴ്സ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഒരു സ്റ്റൈൽ യൂസ് ഉണ്ട്. അത് ലിഫ്റ്റ് ചെയ്ത് വായിക്കും നോട്ടുകൾ. കൈ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഈ ഒരു സ്റ്റൈൽ എടുത്ത് വായിക്കും. നോർമലി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അവരുടെ ആക്ഷൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് സ്റ്റൈൽ പോകും. അപ്പം ഇതൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിലും പക്ഷെ അത് ഗ്രൂപ്പിൽ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൺട്രോളിങ് എന്നൊരു സംഭവം അവരുമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റ് നിൽക്കും. ബിക്കോസ് കൺസേർട്ട് എന്ന് പറഞ്ഞാൽ അക്വസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രമുള്ളൊരു സംഭവമാണ്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റുകളൊന്നും തന്നെയില്ല. അപ്പം ഇതിൽ നിന്ന് വരുന്ന ടോൺ പ്രൊഡക്ഷൻ എല്ലാം നമുക്ക് ഒരു മിസ്റ്റേക്ക് വന്നാൽ അറിയാൻ പറ്റും. സോ വളരെ കെയർഫുള്ളായിട്ട് പ്ലേ ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പം ഇത് വളരെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി ഈ ഒരു കൺസേർട്ടിലൂടെ. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അവരുടെ കുറേ സ്റ്റൈൽസ് നമുക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. വയലിനിസ്റ്റ് ആൻഡ് വയലിൻ പ്ലെയർ. വയലിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒത്തിരി വയലിൻ വായിക്കുന്നവരുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിന് വെളിയിലും എല്ലാം ഉണ്ട്. അപ്പം വയലിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലാസിക് പീസ്, ഇപ്പം വെസ്റ്റേൺ ഓർ ക്ലാസിക്കലായാലും ഇന്ത്യൻ ക്ലാസിക്കൽ ഓർ വെസ്റ്റേൺ ക്ലാസിക്കലായാലും നമുക്ക് വെസ്റ്റേൺ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കലിൻ്റെ അകത്തെ ലെസൺസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പീസസ് നല്ലോണം വായിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കൺസേർട്ട് വായിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് വയലിനിസ്റ്റ്. അപ്പം അവരെ കൊണ്ട് എല്ലാം പറ്റും. കാരണം വെസ്റ്റേൺ പീസസ് ഒരു മൊസാർട്ടിൻ്റെ സിംഫണി അല്ലെങ്കിൽ ഒരു കീർത്തനം എടുത്തു കൊടുത്താൽ അത് വായിക്കാൻ പറ്റുന്നവരാണ് നമ്മൾ വയലിനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കും അവർക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു ഇന്ത്യൻ സ്റ്റൈല് വായിക്കുന്നത് വെച്ചാൽ അവർക്കത് ഫ്ലെക്സിബിൾ ആയിരിക്കും. വെസ്റ്റേൺ സ്റ്റൈൽ വായിക്കണമെങ്കിൽ അതും ഫ്ലെക്സിബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ കരോൾ, ഫ്രാൻസിസ് ചേട്ടൻ, ഇവരൊക്കെ
അവരെ പോലെയുള്ള എല്ലാ കോച്ചിങ് സ്ട്രിങ്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആ സെറ്റപ്പിലുള്ളവരാണ്. കാരണം അവരെ കൊണ്ട് ഏത് സ്റ്റൈലും, കൺസേർട്ടാണെങ്കിൽ കൺസേർട്ട് വായിക്കാൻ പറ്റും, ഫിലിമിൻ്റെ വർക്ക് വായിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഏത് സ്റ്റൈലും വായിക്കാൻ പറ്റും. വയലിൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പഠിച്ചിട്ട് ആ പാട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുക, അത് വായിക്കുക, അങ്ങനെ വായിക്കുന്നവരാണ് വയലിൻ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒത്തിരി ആൾക്കാരെ വയലിനിസ്റ്റിലൊക്കെ കണ്ടു. അപ്പോൾ ഒത്തിരി പേര് എന്നോട് പറയുന്നത്, സാറേ ഞാൻ വയലിനിസ്റ്റ് ആട്ടോ, ഞാൻ അവിടെ പഠിക്കുന്നുണ്ട്, ഞാനിവിടെ പാട്ട് വായിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ഒരു ദിവസം ഞാൻ ഇതുപോലെ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നമുക്കൊരു പീസ് ഒന്ന് വായിക്കാമെന്ന് വെച്ചു. വെസ്റ്റേൺ പ്ലെയറാണ് ആൾ. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം ആൾക്ക് അത് വായിക്കാൻ വളരെ പുറകോട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ നമ്മുടെ പ്ലേയിങ്ങിൻ്റെ അകത്തുള്ള ഒരു എന്താ പറയുക, ഒരു ബോർഡർ ലൈൻ വേണം. കാരണം ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഏത് വായിച്ചാലും നമ്മൾ ആ ഒരു ലെവലിൽ നമുക്ക് നിൽക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വയലിനിസ്റ്റ് ആകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പഠിക്കുന്നവരോട് പറയുന്നത്, ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ നിങ്ങൾ പഠിച്ചിട്ടൊരു വയലിനിസ്റ്റ് ആകാൻ നോക്കരുത് പ്ലീസ്. കാരണം നമ്മൾ നല്ലവണ്ണം പഠിക്കുക. ഒരു 2 വർഷം 3 വർഷമൊക്കെ പഠിച്ചിട്ട് പോയി പാട്ട് വായിച്ച് കാശുണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇന്ന് സമൂഹത്തിലുള്ള വയലിനിസ്റ്റുകൾ. എനിക്ക് ഒത്തിരി പേരെ പരിചയമുണ്ട് അങ്ങനെ. അവർക്ക് പാട്ടില്ലാതെ വേറൊന്നും വായിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അവർ പഠിച്ച് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ അവർ പ്രോഗ്രാം വായിച്ച് കാശുണ്ടാക്കുവാണ്. അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ, നിങ്ങൾ ബേസിക് നല്ലോണം പഠിച്ചിരുന്നെങ്കിൽ മാത്രമുള്ളൂ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ നിങ്ങളുടെ പ്ലേയിങ്ങിനകത്ത്. അല്ലെങ്കിൽ ടോട്ടലി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഡൗൺ ആയി പോകും. അപ്പം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്ന സംഭവം, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് നല്ലോണം പഠിക്കുക. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എത്ര നാളെ കൊണ്ട് പാട്ട് വായിക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുക. എൻ്റെ സ്റ്റുഡൻസ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ, എത്ര നാൾ കൊണ്ട് പാട്ട് വായിക്കാൻ പറ്റും, എത്ര നാൾ കൊണ്ട് സ്റ്റേജിൽ കയറാൻ പറ്റും എന്നൊക്കെ. ഞാനവരോട് പറഞ്ഞു, ഡിപ്പെൻസ് യുവർ പ്രാക്ടീസ്. നമ്മൾ ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നത്, അവർ എത്ര വർഷം കൊണ്ട് വായിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. അല്ലാതെ നമുക്കൊരിക്കലും ഇതിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തുമാത്രം വർക്ക് ചെയ്യുന്നു, അത്രയും പേരുടെ ആ വർക്ക് എത്ര വർക്ക് ചെയ്യുന്നു, അതിനുള്ള ഒരു റിസൾട്ടാണ് നമ്മുടെ പ്ലേയിങ്. അപ്പോൾ നമുക്കല്ലാതെ നമുക്കിതിനെ കൊണ്ട് ഒരൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എല്ലാവരോടും പറയുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലോണം വർക്ക് ചെയ്യുക, നല്ല ഇൻസ്ട്രുമെൻ്റ് മേടിച്ച് പഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വയലിനിസ്റ്റ് അല്ലെങ്കിൽ നാളെ ആകാൻ പറ്റും. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഷോർട്ട് കട്ട് ആരും യൂസ് ചെയ്യാതിരിക്കുക, നല്ലോണം പഠിച്ച് നിങ്ങളുടെ ടാലൻറ്റിനെ പ്രോപ്പർ വേയിൽ കൊണ്ടുപോകുക, ഒരു വയലിനിസ്റ്റ് ആകുക. വയലിൻ പ്ലെയർ അല്ല, വയലിനിസ്റ്റ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.